BTSന്റെ ലാസ്റ്റ് ഇന്റർവ്യൂല് ജിന്നേട്ടൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നോർമലിന്റെ ഷൂട്ടിനിടയിൽ വി പെട്ടെന്ന് ഒപ്പിച്ചൊരു തമാശേനെ കുറിച്ച്. ആക്ച്വലി അത് സ്ക്രിപ്റ്റിലേ ഇല്ലാത്ത സംഭവ. ഓൺ ദ സ്പോട്ടില് ലവൻ അതങ്ങ് ഊരായിരുന്നു. ഇതൊന്നുമല്ല ഈ ഏലിയന്റെ ഓരോ പണിത്തരങ്ങള്. അത്രയും ജനങ്ങളുടെയും ക്യാമറാസിന്റെ മുന്നിൽ വെച്ച് ഇവൻ ചെയ്തത് കണ്ടായിരുന്നോ? അല്ലേലും ജിവൻഷീനെ ടീസ് ചെയ്യാൻ വിക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റാ. ഒരു സൈഡിലെ ഗ്രാമീണ വട്ടത്തിലും നീളത്തിലും ഇട്ട് ഊക്കുന്ന ആർമീസ്. ഇതിനെല്ലാം തിരികൊളുത്തിയ ലവന്മാരാണെങ്കിലോ കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഗ്രാമിയുടെ ഉറക്കം കളഞ്ഞ മുതൽ തന്നെയാണോ ഈ പിക്കാച്ചുവിന്റെ തൊപ്പിയും വെച്ച് വന്നേക്കുന്നേ? പറഞ്ഞിട്ട് കാര്യമില്ല, ലീഡറോ ഇങ്ങനെ. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യവും കണക്കാ. ഇവരെ മറ്റേ ടീംസാ. ഈ അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു കൂട്ടരുണ്ടല്ലോ, ദ റിയൽ അലമ്പൻ ടീംസ്. മഴ നേരത്തെ എത്തും പാലക്കാട്. ഇത് കണ്ടപ്പോ എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ടോ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും BTS ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഉറച്ചൊരു തീരുമാനം എടുത്ത നിമിഷം തൊട്ട് ലോകമെമ്പാടുമുള്ള ആർമി BTSനോട് കാണിച്ച പിന്തുണ സത്യത്തിൽ ഗ്രാമിയെയും ഹേറ്റേഴ്സിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു അവാർഡ് ബോയ്ക്കോട്ട് നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വെറും #ക്യാമ്പയിനുകളിൽ ഒതുങ്ങി പോവാറാണ് പതിവ്. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. BTS ഗ്രാമി നിഷേധിച്ചപ്പോ ആർമി തങ്ങളുടെ വിയോജിപ്പും പിന്തുണയും അറിയിക്കാൻ തെരഞ്ഞെടുത്തത് BTSന്റെ ഏലിയൻ സോങ് ആയിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള 78ലധികം രാജ്യങ്ങളിലെ iTunes ചാർട്ടുകളില് BTS ഏലിയൻ 1-ാം സ്ഥാനത്തെത്തി. ഒരു അവാർഡ് ഷോയുടെയും ആനുകൂല്യമോ അംഗീകാരമോ ഇല്ലാതെ തന്നെ BTSന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന് ആർമി തെളിയിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് കഥയിലെ അടുത്ത വില്ലൻ അല്ല, അല്പം ഇമോഷണൽ ആയ കഥാപാത്രത്തിന്റെ എൻട്രി. ഗ്രാമിയുടെ ഈ ഏഷ്യൻ ബോക്സ് പണിയാൻ മുന്നിൽ നിന്ന സെനാക്കോട്ട എന്ന ചേച്ചിയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കരഞ്ഞു വിളിക്കുന്നത്. ഞങ്ങൾ ആ പാവം ഏഷ്യക്കാർക്കെതിരെ ഫെയിമും അംഗീകാരം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് പണിതുണ്ടാക്കിയ കസേരയിലാണ് BTS വന്നിരിക്കാത്തത് എന്നാണ് ചേച്ചിയുടെ പരാതി. പോരാത്തതിന് BTS ഇത് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്നും ബാക്ക് ബെഞ്ചിലിരുന്ന് തങ്ങളെ പിന്നീന്ന് കുത്തിയെന്നാണ് മാഡത്തിന്റെ കണ്ടെത്തൽ. എന്തൊക്കെയാണ് ഈ അടിച്ചുവിടുന്നത്? BTSന് ചേച്ചീന്റെ ഔദാര്യം വേണ്ടാന്ന് പറഞ്ഞാ പിന്നെയും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? സത്യത്തില് ഇവർക്ക് നല്ല രീതിയിൽ ഊക്കും സൈബർ ബുള്ളിങ്ങും കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങനെ പിന്നെയും ഓരോ ടോപ്പിക്കും കൊണ്ട് വരുന്നത്. ഇവർക്കൊന്നും എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? പട്ടിണിയും പരവട്ടവും നിറഞ്ഞ വഴിയിന്ന് സ്വന്തം ചോര നീരാക്കിയും കഷ്ടപ്പെട്ടും പട്ടിപ്പണി എടുത്തുമാണ് BTS ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അവരുടെ ഉള്ളു തൊട്ട ഒരു ആർമിക്ക് പോലും ഇവിടെ ഭാഷയുടെയോ നിറത്തിന്റെയോ പേരിൽ അവരെ അകറ്റി നിർത്താനോ വേറിട്ട് കാണാനോ കഴിയില്ല. ഈ കണ്ട കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയതുപോലും അവരുടെ നിലപാടും സംഗീതവും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ചേച്ചിയും അക്കാദമിയും കൂടെ തയ്പ്പിച്ച ആ ഒരു കുപ്പായം ചേച്ചി തന്നെ അങ്ങ് സ്വന്തം വരവിലേക്ക് വച്ചേക്ക്. ഞങ്ങളുടെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു കോമഡി എന്താന്ന് വെച്ചാ, ഗ്രാമിയും സെനാക്കോട്ടയും ആമസോൺ മ്യൂസിക്കിലെ ഫ്രാങ്കി യസ്വനും കൂടി ഏഷ്യൻ സംഗീതത്തിന്റെ വളർച്ചയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. ബിഗ് ബാങ്, ടേമിൻ, ബ്ലാക്ക് പിങ്ക്, റോസി, 17, സ്ട്രേ കിഡ്സ് തുടങ്ങിയ ഒട്ടുമിക്ക K-pop ആർട്ടിസ്റ്റുകളെയും ഇവര് മെൻഷൻ ചെയ്തു. എന്നാൽ BTSന്റെ പേര് മാത്രം മിണ്ടിയില്ല. ഗ്ലോബൽ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇത്രയും റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഗ്രൂപ്പിനെ ബോധപൂർവം ഒഴിവാക്കി ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതാന്ന് കരുതിയ ചേച്ചിക്കും ഗ്യാങ്സിനും കിട്ടിയത് ഒരു 1.5 പണിയായിരുന്നു. കമന്റ് ബോക്സിൽ മൊത്തം ആർമീസിന്റെ വക പൊങ്കാല. ലാസ്റ്റ് പേടിച്ചു വരച്ച് ആ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കി കണ്ടം വഴി ഓടേണ്ടി വന്നു അവർക്ക്.
ഏഷ്യൻ ആർട്ടിസ്റ്റുകളെ മെയിൻ ഫീൽഡിൽ കയറ്റാതെ ഒരു പ്രത്യേക ഏഷ്യൻ ബോക്സിൽ പൂട്ടിയിടാനാണ് അക്കാദമിയുടെ ഈ വൃത്തികെട്ട ശ്രമം. എന്നാൽ തങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് അത്തരം ഒരു ആനുകൂല്യം വേണ്ടെന്നും ഗ്രാമിയിലേക്ക് ഇനി പാട്ടുകൾ അയക്കേണ്ടതില്ലെന്നുമുള്ള BTSന്റെ ബോയ്ക്കോട്ട് വെറുമൊരു നിഷേധം മാത്രമല്ല, മറിച്ച് സിസ്റ്റത്തിന്റെ മുഖത്തടിച്ചതുപോലെയുള്ള ഒന്നാന്തരം മറുപടിയാണ്. അവാർഡുകൾക്ക് വേണ്ടിയല്ല, പകരം സ്വന്തം നിലപാടുകൾ കൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ നിലയിലെത്തിയതെന്ന് BTS ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടർ ലോകം മുഴുവൻ വംശീയത കൊണ്ടും അതിർവരമ്പുകൾ കൊണ്ടും വേലിക്കെട്ടുകൾ തീർക്കുമ്പോൾ, സ്വന്തം നിലപാടുകൾ കൊണ്ട് അതൊക്കെ കാറ്റിൽ പറത്തുന്ന ഇങ്ങനെയൊരു 7 പേരുടെ ആരാധകരാണ് നമ്മളെന്ന് പറയുന്നതിൽ അത്രമേൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ആത്മാഭിമാനം പണയം വെച്ച് ഒരു അവാർഡിനു പിന്നാലെയും പോകില്ലെന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞ ആ 7 പേരും, അവർക്കൊപ്പം പർപ്പിൾ കടലായി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഈ ആർമിയും, ഇതിലും വലിയ പവർ വേറെ എന്തിനാണുള്ളത്? അതുകൊണ്ട് ഇനിയും എത്ര ബോക്സുകൾ പണിഞ്ഞാലും, ചരിത്രം തിരുത്താൻ നോക്കിയാലും ശരി, കൊറിയൻ ഭാഷയിലൂടെയുള്ള ആ പാട്ടുകളിലൂടെ അവര് ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും ആത്മാഭിമാനത്തോടെ ഉറച്ചു നിന്ന ആ നിലപാടുകളും നെഞ്ചിലേറ്റി ഞങ്ങൾ ആർമീസ് ഇവിടെ തന്നെ ഉണ്ടാകും.